ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വിശേഷം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അനിയൻ്റെ കല്യാണമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വേളാങ്കണ്ണി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കിങ്ങനെ വേളാങ്കണ്ണിയൊക്കെ പോകുമ്പോൾ നമ്മളിങ്ങനെ മാങ്ങ ഉപ്പും മുളകൊക്കെ ഇട്ട് വിൽക്കണതാണ്. നമ്മളിങ്ങനെ വേളാങ്കണ്ണി, കൊടൈക്കനാൽ, ഊട്ടി അങ്ങനെയൊക്കെ പോകുമ്പോൾ നമുക്ക് വീട്ടുകളിൽ എത്ര മാങ്ങ ഉണ്ടെങ്കിൽ കൂടി നമുക്ക് അവിടെയൊക്കെ പോകുമ്പോഴാണ് മാങ്ങയൊക്കെ കഴിക്കാനായിട്ട് പ്രത്യേകം തോന്നാറ്. അപ്പോൾ അങ്ങനെ ഒട്ടുമിക്ക ആൾക്കാരും വാങ്ങാറുണ്ടാവുമായിരിക്കും. വഴിയായിരിക്കും മറ്റേ ഉപ്പും മുളകൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ നല്ല പച്ച മാങ്ങ അങ്ങനെ കടിച്ച് തിന്നാൻ കിട്ടും. അപ്പോൾ നമ്മളങ്ങനെ അവിടെ പോയപ്പോൾ ഇങ്ങനെ ഈ വലിയൊരു മാങ്ങ കേട്ടോ, അത് നമ്മൾ സാധാരണ കഴിക്കുന്ന ടൈപ്പല്ല, കുറച്ചും കൂടി നല്ല വലിപ്പമുണ്ട്. അപ്പോൾ അവൻ എന്താ തലയിലൊക്കെ വെച്ചതിൻ്റെ വലിപ്പം കുഞ്ഞൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ നല്ല വലിപ്പമുണ്ടായിരുന്നു മാങ്ങ. അപ്പോൾ നമ്മളതിങ്ങനെ പച്ചക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മളങ്ങനെ ഒരു മാങ്ങ വാങ്ങി അങ്ങനെ വന്ന് റൂമിൽ വന്ന് മാങ്ങ വലിയ കാര്യത്തിൽ നല്ല അടിപൊളി ആ ഒരു ടേസ്റ്റൊക്കെ വിചാരിച്ച് ഇങ്ങനെ കഴിച്ച് നോക്കിയപ്പോഴാണ് ആദ്യം കുഞ്ഞുങ്ങൾ കഴിക്കണം കാണാം. നമുക്ക് അവൻ ആദ്യം കഴിച്ചപ്പോൾ നല്ല സൂപ്പർ എന്നുള്ള രീതിയിൽ ഞാൻ കാണിച്ചു കൊടുക്കാന്നുള്ള രീതിയിൽ അവൻ എൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പോൾ ഞാൻ അവൻ്റെ റിയാക്ഷൻ എടുത്തപ്പോൾ ആദ്യം നല്ല അടിപൊളിയാണെന്നൊക്കെ പറഞ്ഞു. പിന്നെ അത് കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ അവൻ്റെ മുഖം മാറണ കണ്ടു. നമുക്ക് അപ്പോഴാണ് സംഭവം മനസ്സിലായത്. ആ മാങ്ങ നല്ല പുളിയെന്ന് വെച്ചാൽ ചെറിയ പുളിയെന്നല്ല, നല്ല ഒടുക്കത്തെ പുളി തന്നെയായിരുന്നു. അപ്പോൾ നമ്മളത് വലിയ കാര്യത്തിൽ അതും ആ മാങ്ങയ്ക്ക് 150 രൂപ കൊടുത്തിട്ടാണ് ഒരു മാങ്ങ നമ്മൾ വാങ്ങിയത്. അത്രയും വില ഉണ്ടായിരുന്നു. കാരണം നമ്മൾ വാങ്ങിയപ്പോൾ നല്ല അടിപൊളി മാങ്ങയായിരിക്കും എന്നുള്ള രീതിയിൽ നമ്മൾ വാങ്ങിയത്. അതിപ്പോൾ ആ വിറ്റ പുള്ളിക്കാരി ഇവരോട് ചോദിച്ചു എന്ന് പറഞ്ഞു. അനിയനെ പോയി വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവനോട് ചോദിച്ചു എന്ന് പറഞ്ഞു, പച്ച വേണം പഴുത്തത് വേണമെന്ന് ഇങ്ങനെ എടുത്തെടുത്ത് ചോദിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് പച്ചയ്ക്ക് കഴിക്കാനില്ല എന്നുള്ള രീതിയിൽ പച്ച മതി എന്ന് പറഞ്ഞപ്പോൾ മുറിച്ചപ്പോൾ നോക്കിയപ്പോൾ നല്ല ചെനച്ച മാങ്ങയുടെ ലക്ഷണം കണ്ടപ്പോൾ നമ്മളിപ്പോൾ പൊരിക്കുന്നുള്ള രീതിയിൽ തിന്ന് നോക്കിയപ്പോൾ നല്ല ഒന്നാന്തരം നല്ല പുളിയായിരുന്നു. പിന്നെ അങ്ങനെ നമ്മൾ ചോദിച്ച് പിടിച്ച് വന്നപ്പോൾ അവർ പറഞ്ഞു ഇത് പഴുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല കടും മധുരമായിരിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ എന്തായാലും മുറിച്ച് കഴിഞ്ഞു. പിന്നെ നമുക്ക് വേറെ ഒരു മാർഗ്ഗമില്ലാത്ത കാരണം ഞങ്ങൾ പിന്നെ അത് അങ്ങനെ തന്നെ മടക്കി, ആർക്കും തിന്നാൻ പറ്റില്ല, അത്രയധികം പുളിയാണ്. അപ്പോൾ അതങ്ങനെ മടക്കി കൂട്ടി അങ്ങനെ നാട്ടിലേക്ക് കൊണ്ടുവന്നു. അങ്ങനെ ഇവിടെ വന്നിട്ട് അമ്മച്ചി അത് പുളി കണ്ടപ്പോൾ എന്തോ ഒരു നമ്മുടെ പുളിഞ്ചി പോലത്തെ ഒരു മാങ്ങക്കറി അതുകൊണ്ട് വെച്ചു. നല്ല കറുത്തിട്ടുള്ളൊരു പുളിക്കറി, എന്താ അതിന് പറയാതെ എനിക്കറിയില്ല. തമിഴ്നാട്ടിലൊക്കെ ഉണ്ടാക്കണമെന്നാണ് പറഞ്ഞത്. എന്തായാലും അത് നല്ല കിഡു ടേസ്റ്റ് ആയിരുന്നു. നമ്മുടെ ഇഞ്ചമ്പുളി ഇല്ലേ, ഇഞ്ചമ്പുളി ഇടുന്ന രീതി പക്ഷേ നല്ല രസമുണ്ട്. മധുരമൊക്കെ ആയിട്ട് തിന്നാനായിട്ട് അതിൻ്റെ വീഡിയോ ഞാൻ എടുക്കാൻ പറഞ്ഞു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതെന്തായാലും മുതലായി. പക്ഷേ ആ പച്ചമാങ്ങ കഴിക്കാനുള്ള ആഗ്രഹം എന്തായാലും അത് വെറും വേസ്റ്റ് ആയിരുന്നു. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയുള്ള. അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. വീഡിയോ ഇഷ്ടമായി ഒന്ന് ലൈക്ക് ചെയ്യുക. ടാറ്റ ബൈ ബൈ.